ഹായ് ദീപക്കാണ് കരിയർ വൈസ് എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻടേക്കിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് വന്ന മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അവർക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പം തന്നെ സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് യൂറോപ്പിലെ ഒരു രാജ്യത്ത് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ജർമ്മനി. നിങ്ങളിവിടെ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പൗസിനെയും കുട്ടികളെയും നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന സ്പൗസിന് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ടൈം ആയിട്ടുള്ള ജോബിന് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൗസ് വിസ കാറ്റഗറിയിൽ നിന്ന് ഡയറക്റ്റ് ജോബ് വിസയിലേക്ക് മാറാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ള ഒരു മെയിൻ ചോദ്യമായിരുന്നു നമ്മുടെ കൂടെ വരുന്ന കുട്ടിക്ക്, അതായത് നമ്മുടെ കുട്ടിക്ക് ഇവിടെ വന്നിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുമോ എന്നുള്ളത്. അതായത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ കൺസേൺ ഫ്രീ എഡ്യൂക്കേഷൻ്റെ ആയിരുന്നു. അപ്പം ജർമ്മൻ ഗവൺമെന്റ് നമ്മുടെ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യും, ഇവിടെയുള്ള സ്റ്റുഡൻസിന് പോലെ തന്നെ. പിന്നെ അതുകൂടാണ്ട് കിൻഡർഗാർട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് ആണ്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് പെർ പേഴ്സൺ വരുന്നത് 11,208 യൂറോ ആയിരുന്നു ഇതുവരെ. പക്ഷേങ്കിൽ ഈ ഒരു സെപ്റ്റംബർ തൊട്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. 11,904 യൂറോ ആണ് പെർ പേഴ്സൺ നമ്മൾ ഇനി മുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. അപ്പോൾ ഹസ്ബൻഡും വൈഫും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 22 ലക്ഷം രൂപയോളമാണ് ബ്ലോക്ക്ഡ് എമൗണ്ട് ആയി കാണിക്കേണ്ടി വരിക. അപ്പോൾ കുട്ടികളും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. പക്ഷേങ്കിൽ പകുതി പൈസ കാണിച്ചാൽ മതി. ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ഹാഫ് എമൗണ്ട് ആണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ല, നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു വർഷത്തെ ലിവിംഗ് എക്സ്പെൻസ് ആണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്പൗസ് ഇവിടെ വന്നിട്ട് ഒരു ഫുൾ ടൈം ജോബിന് കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആ ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് കിട്ടുന്ന ആ സാലറിയിൽ നിന്ന് തന്നെ കവർ ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 22 lakhs 1 year കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അത് നമുക്ക് ഇൻ കേസ് ലോണൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർക്ക് റീപേ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സ്. പിന്നെ വരുന്നത് നിങ്ങളുടെ മാരേജിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ നമ്മളിപ്പോൾ സ്റ്റുഡന്റ് വിസയുടെ കൂടെ, അതായത് സ്റ്റുഡന്റിന്റെ വിസയുടെ കൂടെ തന്നെയാണ് ഹസ്ബൻഡിന്റെ വിസയും നമ്മൾ അല്ലെങ്കിൽ വൈഫിന്റെ സ്പൗസിന്റെ വിസ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷന്റെ കാര്യങ്ങൾ പ്രൂഫ് ഒന്നും കാണിക്കേണ്ട. മെയിനായിട്ട് കാണിക്കേണ്ടത് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടും മാരേജിന്റെ പ്രൂഫും ഒക്കെ തന്നെയാണ്. അപ്പം സ്റ്റുഡൻസിന് എങ്ങനെ അവരുടെ സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുവരാം, അതേപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ യൂറോപ്പിലേക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതേപോലെ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, അതായത് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ ജർമ്മനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ പേജിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കുക.